ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി മാംഗോ പുഡിംഗ് റെഡിയാക്കാം. ഇത് മാംഗോയും ബ്രെഡും കണ്ടൻസ് മിൽക്കും ഒക്കെ ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ്. ഈ മാംഗോ പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മാംഗോ, കണ്ടൻസ് മിൽക്ക്, ഫ്രഷ് ക്രീം, ഷുഗർ, പിന്നെ കുറച്ച് ബ്രെഡ് പീസസും അതിൻ്റെ ടോപ്പിംഗ് കൊടുക്കാനായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിത് ഒരു 1/4 കപ്പോളം ഷുഗർ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 2 മാങ്ങ ഇതുപോലെ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 കപ്പ് ഷുഗറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് 1 കപ്പോളം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ പ്യൂരി ആക്കിക്കൊണ്ട് വന്ന ഈ മാങ്ങ ഒഴിച്ചു കൊടുക്കുവാണേ. ഞാൻ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വന്നതിൻ്റെ ഒരു 3/4 കപ്പോളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്തത് ബാക്കിയുള്ള ലെയറിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് ഒരു 1/4 കപ്പോളം കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം കണ്ടൻസ് മിൽക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രീമും മാങ്ങ പ്യൂരിയും പിന്നെ കണ്ടൻസ് മിൽക്കും കൂടെ ഒരു ബൗളിലോട്ട് മിക്സ് ചെയ്തിട്ട് ഹാഫ് പോർഷൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്താലും മതി. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഞാൻ ഇത് നിന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ലെയേഴ്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് ആ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പുഡിങ്ങിൽ നമ്മൾ കസ്റ്റാർഡ് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് ഈ ലെയറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ആ കസ്റ്റാർഡിന് പകരം ഈ ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് 1/4 കപ്പ് പാലും ഒരു 4 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മിക്സാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഷുഗർ നിങ്ങൾക്ക് കൂടുതലാണ് ഇന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ഞാനതൊന്ന് പാലും കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരുന്ന 1/4 കപ്പ് കണ്ടൻസ് മിൽക്കിൻ്റെ അകത്തോട്ട് ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ നമ്മൾ പ്യൂരിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ വീണ്ടും ഇതുപോലെ കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടെ ഉള്ള ചേർന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രെഡ് സോക്ക് ചെയ്യാനായിട്ടും നിങ്ങൾ എടുക്കുന്ന ലെയറിനനുസരിച്ചും നിങ്ങൾക്കിത് ഇതിൻ്റെ എമൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടി ചേർന്ന് മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് ടോപ്പിംഗ് കൊടുക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ ക്രീമും കണ്ടൻസ് മിൽക്കും കൂടെ ഉള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചെറിയ പീസുകളായിട്ടുള്ള മാംഗോ ഇതിൻ്റെ ടോപ്പിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ ഫ്രഷ് ഫ്രൂട്ടോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ഗ്രെയിൻബെറിയും പിന്നെ സൺഫ്ലവർ സീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിലൊന്ന് കൂളാകാൻ വെക്കണം. അന്നേരം നമ്മുടെ ബ്രെഡൊക്കെ നല്ലപോലെ ആ മിൽക്കിൽ സോക്കായും നല്ല സോഫ്റ്റായിട്ടും ഒക്കെ ഇരിക്കും. ടേസ്റ്റിയാണ്, കഴിക്കാനായിട്ട് ഈസി ആയിട്ട് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.